വന്ദേ മാതരം മുഴുവൻ ചൊല്ലുവാനാണ് ലോക് ഭവൻ നിർദ്ദേശിച്ചത്, ഗവർണർ നിർദ്ദേശിച്ചത്. അത്രയും ചൊല്ലിയില്ല. 2 വരികൾ മാത്രമാണ് ആലപിച്ചത്, സാധാരണ ആലപിക്കുന്ന വരികൾ മാത്രം. ഇതാണ് ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത്. ലോക് ഭവന്റെ നിർദ്ദേശം സർക്കാർ തള്ളി, ഗവർണറുടെ നിർദ്ദേശം സർക്കാർ തള്ളി. ഗവർണർക്ക് അതൃപ്തി, അദ്ദേഹം പരസ്യമായി അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഞങ്ങളെന്തോ വലിയ കാര്യമാണ് ചെയ്തത് എന്ന് പറയാനാണ് UDF നേതാക്കൾ ശ്രമിക്കുന്നത്, കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്, മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ BJP RSS കേന്ദ്രങ്ങൾ വന്ദേ മാതരം നിയമസഭയ്ക്കകത്ത് ചൊല്ലിയത് സ്വാഗതം ചെയ്യുകയാണ്. അതൊരു തുടക്കമാണ് എന്ന് പറയുകയാണ്. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു അദ്ദേഹം പറയുകയാണ്, നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വന്ദേ മാതരം ആലപിച്ചത് എങ്കിൽ അത് തന്നെ സ്വാഗതാർഹമായ ഒരു വലിയ മാറ്റമാണ്. വന്ദേ മാതരം മുഴുവനായും ചൊല്ലാതിരുന്നത്, അതും അതിൻ്റെ 150-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നത് ചരിത്രത്തിൻ്റെ ആവർത്തനമായി കണ്ടാൽ മതി. 1937 വരെ വന്ദേ മാതരം കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പൂർണ്ണമായി ചൊല്ലിയിരുന്നു. പാകിസ്ഥാൻ വാദികളായ മുസ്ലിം മതമൗലികവാദികൾ അന്നും അതിനെ എതിർത്തിരുന്നു. ഖിലാഫത്ത് ലഹളയ്ക്ക് ശേഷം 1923 കാക്കിദത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചതിൻ്റെ പേരിൽ മൗലാന മുഹമ്മദ് അലി സമ്മേളനം ബഹിഷ്കരിച്ചു. മുസ്ലിം മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 1937 കോൺഗ്രസ് സമ്മേളനം മുതൽ വന്ദേ മാതരം വെട്ടിമുറിച്ച് ചൊല്ലാൻ തുടങ്ങി. ഇപ്പോൾ അതേ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, ലീഗ് തുടങ്ങിയ മതവർഗീയ ശക്തികൾക്ക് കീഴടങ്ങി വന്ദേ മാതരത്തെ അവഹേളിച്ചു. എന്നാൽ മാറാത്തത് മാറുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്, RV ബാബുവിൻ്റെ പോസ്റ്റ്. അതോടൊപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു കാർഡ് കൂടി പങ്കുവയ്ക്കുന്നുണ്ട് RV ബാബു. ഗവർണറുടെ നയപ്രഖ്യാപനം വന്ദേ മാതരം മുഴുവൻ വായിച്ചില്ല, ലോക് ഭവൻ നിർദ്ദേശം തള്ളി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വെള്ളപൂശാൻ ഏഷ്യാനെറ്റ് ഇറക്കിയ കാർഡ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് RV ബാബു ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യത്തെ 2 വരികളാണ് ഏറ്റവും പ്രധാനം. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വന്ദേ മാതരം ആലപിച്ചത് എന്നാണ് വാർത്ത, എങ്കിൽ അത് തന്നെ സ്വാഗതാർഹമായ ഒരു വലിയ മാറ്റമാണ് എന്ന്. അതുതന്നെ സ്വാഗതാർഹമായ ഒരു വലിയ മാറ്റമാണ്. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിലപാട്, ഇതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്, ഇതാണ് സംഘപരിവാർ സംഘടനകളുടെ നിലപാട്, ഇതാണ് RSSന്റെ നിലപാട്, ഇത് തന്നെയാണ് BJPയുടെ നിലപാട്. BJPയും സ്വാഗതം ചെയ്യുകയാണ്. അത്രയെങ്കിലും ആയല്ലോ, അവിടെ വരെ എത്തിയല്ലോ, ഇത് ബാക്കിയല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇതാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. നിയമസഭയ്ക്കകത്ത് വന്ദേ മാതരം പാടുന്ന രീതിയില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്താണ് സംഭവിക്കുക? ചിലപ്പോൾ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സഭയിൽ വരുമായിരിക്കില്ല. അതിനെ അപ്പോൾ രാഷ്ട്രീയമായി നേരിടേണ്ട UDF, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പിന്തുണ കൊടുക്കുന്ന ഐക്യമുന്നണി സർക്കാർ എന്ന് വെച്ചാൽ UDF സർക്കാർ, അവർ അതിൽ ഉറച്ചു നിൽക്കേണ്ടേ? വന്ദേ മാതരം ആരംഭിക്കില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിന്റെ നിയമസഭയിലില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കാമായിരുന്നു. അത് ചിലപ്പോൾ ലോക്ഭവൻ തള്ളിക്കളയുകയും ചിലപ്പോൾ ഒരു താൽക്കാലിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്യുമായിരിക്കും. എങ്കിലും അതൊരു രാഷ്ട്രീയമായ ഒരു ചെറുത്തുനിൽപ്പാകുമായിരുന്നു. അതൊരു വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാകുമായിരുന്നു. സംഘപരിവാർ ശക്തികൾക്ക് കേരളം കീഴടങ്ങില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് മോദിക്ക്, അമിത്ഷായ്ക്ക്, സംഘപരിവാറിന്, BJPക്ക് കീഴടങ്ങുന്ന നിലപാട് സ്വീകരിച്ചു. അതാണ് കേരള നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് RSSും BJPയും ഹിന്ദു ഐക്യവേദിയും സംഘപരിവാർ സംഘടനകൾ ഒന്നടങ്കം നിയമസഭയിൽ വന്ദേ മാതരം ആലപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നത്. തുടക്കം നന്നായി, ഇനി നമ്മൾ നോക്കിക്കോളാം എന്നാണ് RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും നിലപാട്. RSSനും സംഘപരിവാറിനും അവരുടെ രാഷ്ട്രീയ അജണ്ടയും നടപ്പാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ സർക്കാരാണോ VD സതീശൻ സർക്കാർ എന്ന് ചോദിക്കേണ്ടി വരും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ഓരോ നിയമനങ്ങളും നിലപാടുകളും നടപടികളും അവസാനം വന്ദേ മാതരം നിയമസഭയ്ക്കകത്ത് ആലപിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യമാണ്. കേരളം ഭരിക്കുന്നത് സംഘപരിവാറിൻ്റെ BJPയുടെ സർക്കാർ തന്നെയാണ്.
BJP സ്പോൺസർ ചെയ്യുന്ന സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം.